വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാള പ്രേക്ഷകർ ഏറ്റെടുത്ത വില്ലന്മാരിൽ വിട പറഞ്ഞു പോയ വില്ലൻ കഥാപാത്രങ്ങളെ അഭിനയിച്ച നടന്മാർ. മുരളി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന മുരളീധരൻ പിള്ള പിന്നീട് ഭാവ അഭിനയം, ശബ്ദവിന്യാസം എന്നിവ കൊണ്ട് അഭിനയത്തിൽ പുതിയൊരു സമവാക്യം സൃഷ്ടിച്ച മഹാനടനായി മാറി മുരളി. നായകനായും സ്വഭാവ നടനായും വില്ലനായും വെള്ളിത്തിരയിൽ ശോഭിച്ച മുരളി 2009 ആഗസ്റ്റ് 6 മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 55-ാം വയസ്സിലായിരുന്നു മരണം. നരേന്ദ്ര പ്രസാദ്. മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾക്ക് തൻ്റേതായ ഭാവുകത്വം നൽകിയ അതുല്യ നടൻ. ഒരു അധ്യാപകനായിരുന്ന അദ്ദേഹം നടൻ എന്നതിലുപരി നാടകകൃത്ത്, സംവിധായകൻ, സാഹിത്യ നിരൂപകൻ എന്നീ മേഖലകളിലും കഴിവ് തെളിയിച്ചു. 2003 നവംബർ 3 ഈ ബഹുമുഖ പ്രതിഭയുടെ അന്ത്യം. കലാഭവൻ മണി. ചാലക്കുടിക്കാരൻ, ചങ്ങാതി ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ, പൊതുപ്രവർത്തകൻ. ഓട്ടോ ഡ്രൈവറായി തന്നെ വെള്ളിത്തിരയിൽ എത്തി. ഹാസ്യനാടനായും വില്ലനായും നായകനായുമെല്ലാം 50ഓളം മലയാള ചിത്രത്തിൽ അഭിനയിച്ച മലയാള ചലച്ചിത്ര മേഖലയിൽ കലാഭവൻ മണി മണിപ്രവാളം തീർത്തു. 45 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം വിട പറഞ്ഞത്. 2016 മാർച്ച് 6 മണിയുടെ വിയോഗം. ക്യാപ്റ്റൻ രാജു. സൈനിക ഉദ്യോഗസ്ഥൻ ആയിരുന്ന രാജു ഡാനിയൽ പട്ടാള ജീവിതത്തിന് ശേഷം സിനിമയിലെത്തി. പിന്നീട് അങ്ങോട്ട് ക്യാപ്റ്റൻ രാജു എന്ന സ്റ്റേജ് നാമത്തിൽ അറിയപ്പെട്ടു. പല ഭാഷകളിലായി 500ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. മലയാള സിനിമയിലെ ആദ്യത്തെ ലക്ഷണമൊത്ത വില്ലൻ. വില്ലൻ വേഷങ്ങളിലും കോമഡി വേഷങ്ങളിലും ഒരുപോലെ തിളങ്ങിയ അദ്ദേഹം 2018 സെപ്റ്റംബർ 17 68-ാം വയസ്സിലാണ് വിട പറഞ്ഞത്. NF വർഗീസ്. 100-ലധികം സിനിമകളിൽ അഭിനയിച്ച NF വർഗീസ് ശക്തനായ ഒരു വില്ലനായിരുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ മറക്കാനാവാത്ത പേരുണ്ടാക്കിയ നടനായി അദ്ദേഹം. വില്ലനായും സഹനടനായുമെല്ലാം നിരവധി വേഷപകർച്ചകൾ. 2002 ജൂൺ 19 52-ാം വയസ്സിലാണ് അദ്ദേഹം വിട പറഞ്ഞത്.